മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ തിരിച്ചറിയാൻ കഴിയാത്ത 29 മൃതദേഹങ്ങൾ കൂടി പുത്തുമലയിൽ ഒരുമിച്ച് സംസ്കരിക്കുകയാണ്. 150ലേറെ ശരീരഭാഗങ്ങളും ഇവിടെ സംസ്കരിക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് നൽകും വിശദാംശങ്ങൾ. ഏറ്റവും ഒടുവിൽ എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്നതെന്ന് സംബന്ധിച്ച്. അലക്സ്, ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവിടെ? മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണല്ലോ, അല്ലേ? പ്രചരണ മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഈ കൂട്ടസംസ്കാരം അതിന്റെ അവസാന നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാന ഘട്ടമായി അവിടെ എത്തിച്ച മൃതദേഹ ഭാഗങ്ങൾ അത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി സർവ്വമത പ്രാർത്ഥനയ്ക്കും ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയും ആദരങ്ങളോടെയും മന്ത്രി റവന്യൂ രാജൻ അവിടെ സന്നിഹിതനായിരുന്നു. അതുപോലെ ചൈതന്യ IAS, സാംബശിവറാവു IAS തുടങ്ങി ഉദ്യോഗസ്ഥരൊക്കെ സന്നിഹിതരായിരുന്നു. അവരെല്ലാവരും അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം മൃതദേഹഭാഗങ്ങൾ ഓരോന്നായി കുഴിമാടത്തിലേക്ക് മാറ്റുന്നതാണ് കണ്ടത്. ഇപ്പോൾ ആ പന്തലിൽ നിന്ന്, അതായത് ആ സർവ്വമത പ്രാർത്ഥന നടന്ന പന്തലിൽ നിന്ന് എല്ലാ മൃതദേഹഭാഗങ്ങളും കുഴിമാടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കുഴിമാടത്തിനുള്ളിൽ വെച്ച് മണ്ണിട്ട് മൂടുക എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്നത്. അങ്ങനെ 2-3 മൃതദേഹ ഭാഗങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത്തരത്തിൽ കുഴിമാടത്തിൽ അതിന്റെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. ഇന്ന് 29 മൃതശരീരങ്ങളാണ് പുത്തുമലയിലേക്ക് എത്തിച്ചത്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ മഹാദുരന്തത്തിൽ അവരുടെ ജീവൻ വെടിഞ്ഞവർ, തിരിച്ചറിയാൻ ഒരടയാളം പോലും ബാക്കി വെക്കാത്ത മനുഷ്യരുടെ മൃതശരീരമാണ് ഇവിടെ ഇന്ന് കൂട്ടമായി സംസ്കരിച്ചത്. പുത്തുമലയുടെ മണ്ണിൽ അവർ ഒന്നിച്ചുറങ്ങുകയാണ്. അവർക്ക് യാത്രാമൊഴി നൽകുന്ന ചടങ്ങ് അത് വലിയ വികാര നിർഭരമായിരുന്നു, വലിയ വൈകാരികമായിരുന്നു. അങ്ങേയറ്റം നോവോടെ അത് കണ്ടുനിന്നവരാണ് നാട്ടുകാരടക്കമുള്ളവർ. ആ നാട്ടുകാർക്ക് ആ മനുഷ്യരെ അറിയില്ല. എന്നാൽ പോലും നാട്ടുകാരടക്കം അവിടെ വന്നത് എന്തെങ്കിലും കണ്ടുപറന്ന മനുഷ്യരാണ് എന്നുള്ള ബോധ്യത്തിന്റെ പുറത്താണ്. നാട്ടുകാരുടെയൊക്കെ കണ്ണ് കലങ്ങിയിരുന്നു, ഒഴുകിയിരുന്നു. ഈ ചൈതന്യ IAS പോലും ഒരു സമയത്തിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ എല്ലാവരുടെയും ഉള്ളലിയിക്കുന്ന, കരൾ പിളർക്കുന്ന വൈകാരിക മുഹൂർത്തമാണ് അവിടെ ഉണ്ടായത്. വൈകാരിക സമയമായിരുന്നു അവിടെ കടന്നുപോയത്. ഇന്ന് 154 മൃതദേഹ ഭാഗങ്ങളാണ് സംസ്കരിച്ചത്. അത്തരത്തിൽ 154 മൃതദേഹ ഭാഗങ്ങളും 29 മൃതശരീരങ്ങളും ഇന്ന് സംസ്കരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹ ഭാഗങ്ങളോ തിരിച്ചറിയാത്ത വിധം ലഭിക്കുകയാണെങ്കിൽ അതിന്റെ DNA സാമ്പിളിംഗ് അടക്കം പൂർത്തീകരിച്ച സംസ്കാര നടപടികൾ നടക്കുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും ഇത്ര ഒരു കൂട്ടസംസ്കാരം ഉണ്ടാകില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം ഇനി ലഭിക്കാനുള്ള മൃതദേഹങ്ങളുടെ എണ്ണം തുലോം കുറവാണെന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെ ലഭിക്കുന്നത് തന്നെ വളരെ വിരളമായാണ് ചിലയിടങ്ങളിൽ നിന്ന്. അതിന് DNA സാമ്പിളിംഗ് അടക്കമുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും തിരിച്ചറിയാതെ, ഒരടയാളവും ഇല്ലാതെ മൺമറഞ്ഞ മനുഷ്യർ, ആ മേഖലയുടെ, ആ ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും ആ മനുഷ്യരുടെ ജനിതകം ഈ പുത്തുമലയിൽ അവരുടെ ജനിതകം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അവരുടെ DNA സാമ്പിളിലാണത്. അവരുടെ DNA സാമ്പിളിന്റെ നമ്പർ എടുത്താണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. അവരുടെ ബന്ധുക്കൾ ഒരുപക്ഷെ നാളെ അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ഉറ്റവരെ തിരഞ്ഞു വന്നാൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവർക്ക് മൊഴി നൽകിയ മണ്ണിതാണ്, അവർ ഉറങ്ങുന്ന മണ്ണിതാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ഒരു ശാസ്ത്രീയമായ രീതിയാണത്. അവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒരു DNA ലൈബ്രറി തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ മൃതദേഹത്തിനും മൃത ശരീരഭാഗങ്ങൾക്കും ഓരോ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ ഈ DNA മുഴുവൻ വിവരം, ഈ ജനിതക വിവരം ലഭ്യമാകും. അങ്ങനെ നാളെ ഒരുപക്ഷെ അത്തരത്തിൽ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വന്നാൽ അത് തിരിച്ചറിയാനുള്ള വഴി കൂടിയുണ്ട്. അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. 3:30 മണിക്ക് ആരംഭിച്ചതാണ്. ഏതാണ്ട് ഈ നടപടി കൂടി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് ഈ 154ാമത്തെ മൃതദേഹ ഭാഗം കൂടി അത് കുഴിയിൽ വെച്ച് മണ്ണ് മൂടിയതിനു ശേഷം അത് പൂർത്തിയാകും എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തകരുടെ സേവനമാണ് എടുത്തു പറയേണ്ടത്. അവർ ഈ മണിക്കൂറുകൾ അത്രയും 3:30 മണി മുതൽ ഏതാണ്ട് 11-11:30 മണി വരെ അവർ വിശ്രമിക്കാതെ തന്നെ ഈ സേവനത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഈ മഴ പെയ്തപ്പോൾ പോലും അവർ പിന്നോട്ട് പോയില്ല. അവരാണ് സത്യത്തിൽ അത് സർക്കാരിനെ ഈ കൂട്ടസംസ്കാര നടപടി ഇങ്ങനെ പൂർത്തിയാക്കാൻ സഹായിച്ചതുപോലും അവരുടെ ഇടപെടലും അവരുടെ സന്നദ്ധ മനോഭാവവുമാണ്, അവരുടെ നിസ്വാർത്ഥമായ സേവനമാണ്. ഈ ഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്താതെ വയ്യ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യരെ നമ്മൾക്ക്, അതായത് മൺമറഞ്ഞു പോയ മനുഷ്യരെ, തിരിച്ചറിയാനാകാത്ത മനുഷ്യരെ, അവരെ കൂടി നമ്മൾ ചേർത്ത് വെക്കും, അവരെ കൂടി അടയാളപ്പെടുത്തി വെക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെയൊക്കെ ബന്ധുക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ നാളെ ഒരുപക്ഷെ വന്നാൽ അവർക്ക് അവരുടെ ഉറ്റവരെ കാണാനുള്ള ഇടം കൂടി ഇവിടെയുണ്ട്. അത് മാത്രമല്ല, കൂടുതൽ നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു പ്രദേശം മാത്രമല്ല ഖബറിടങ്ങൾ ആക്കി മാറ്റിയത്. തൊട്ടു മുകളിലും കുഴിമാടങ്ങളുണ്ട്. കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ആ പ്രദേശത്ത്. ഇനിയും കൂടുതൽ സ്ഥലം ഒരുപക്ഷെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സർവ്വമത പ്രാർത്ഥന നടന്ന ഹാൾ അത് അവർക്കുള്ളൊരു സ്മാരകമായി ഉയരുകയും ചെയ്യും. സർക്കാർ അവർക്ക് നൽകുന്ന സ്മാരകമായി അത് ഉയരുകയും ചെയ്യുമെന്നുള്ളതാണ്.
ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച പുത്തുമലയുടെ മണ്ണ്, പുത്തുമലയുടെ താഴ്വാരം മറ്റൊരു മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ പേറുന്നു. ആ മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ ഇവിടെ പേറുന്നുണ്ട്. ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും ജനിതകം പുത്തുമലയുടെ താഴ്വാരത്ത് അടയാളപ്പെടുത്തി വെക്കുന്നു. തീർച്ചയായിട്ടും അലക്സ്, മറ്റൊന്നിപ്പോൾ ഈ കാണാതായ ആൾക്കാരുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നാളെയും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചാണ് ഇനി തിരച്ചിൽ എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ ഈ ചാലിയാർ നദിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്. അപ്പോൾ അവിടെയൊക്കെ തിരച്ചിൽ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് പോകുന്നു എന്നതിന് പിന്നിൽ എന്ത് നിയമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പോകുന്നത്? ഇന്നൊക്കെ ചില മൃതദേഹങ്ങൾ കിട്ടിയത് അവിടെ ഈ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ വീണുപോയ വീടുകളുടെയൊക്കെ സമീപത്ത് നിന്നുമാണ്. അപ്പോൾ നാളത്തെ ഈ ആക്ഷൻ പ്ലാൻ എന്താണ്? ഈ സൂചിപ്പാറയിലൊക്കെ തന്നെ നാളെ പരിശോധന ഉണ്ടെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ മന്ത്രി. പ്രജന 6 സോണുകളായി തിരിച്ചുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങൾ തുടരുന്ന ആ പരിശോധന തുടരും നാളെയും. നാളെ പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുള്ളത് അവർ ഈ സൂചിപ്പാറ മേഖലയിൽ സൺറൈസ് വാലിയിൽ 12 അംഗ വിദഗ്ധ സംഘം അവിടേക്ക് എത്തി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. ആ പ്രദേശത്ത് നിന്ന് കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ, മൃതശരീരങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ ടെറൈനിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. വനത്തിനുള്ളിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനൊക്കെ കീഴിലാണത്. അവിടേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ്. എത്തിപ്പെട്ട രക്ഷാപ്രവർത്തകരെ രക്ഷിച്ചത് തന്നെ ഈ എയർലിഫ്റ്റ് അടക്കം ചെയ്താണ്. അതിനാൽ സന്നദ്ധ പ്രവർത്തകർക്കോ നാട്ടുകാർക്കോ നാളെ നടക്കുന്ന ഈ പ്രത്യേക ആക്ഷൻ പ്ലാന്റെ കീഴിൽ നടക്കുന്ന ഈ തിരച്ചിലിൽ അവർക്ക് പങ്കാളികളാകാൻ സാധിക്കില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ്. സേനയിൽ നിന്നുള്ളവർ, SOG 4 SOG, അതുപോലെ വനം വകുപ്പിൽ നിന്ന് വിദഗ്ധ പരിശീലനം ലഭിച്ചവരടക്കം 12 പേരടങ്ങുന്ന വിദഗ്ധ സംഘം നാളെ രാവിലെ 8 മണിക്ക് അവർ ഹെലികോപ്റ്ററിലേക്ക് ആ ടെറൈനിലേക്ക് പുറപ്പെടും. ഹെലികോപ്റ്ററിൽ അവരെ ലിഫ്റ്റ് ഡൗൺ ചെയ്തതിനു ശേഷമായിരിക്കും അവിടുത്തെ വ്യാപകമായ പരിശോധന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ഒരു ചുറ്റാണ്. ആ വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ ഒരു ചുഴി പോലെ ഒരു ചുറ്റാണ്. അവിടെ ദുർഘടമായ ഒരു മേഖലയാണ്. ആ ടെറൈനിലെ പരിശോധന തന്നെ ദുർഘടമാണെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അത് അവരുടെ തന്നെ പരിശോധനയ്ക്ക് ശേഷം, അവലോകനത്തിന് ശേഷമാണ് ആ മേഖലയിൽ കൂടുതലായി പരിശോധന നടത്താമെന്നൊരു തീരുമാനം എടുക്കുന്നത്. കാരണം മൃതദേഹം ഈ പുഞ്ചിരിമട്ടത്ത് നിന്ന് ഇരച്ചെത്തിയ മുണ്ടക്കയിലെയും അതുപോലെ ചൂരൽമലയിലെയും ആളുകളെ ഇവിടെ നിന്ന് ഇരച്ചു കൊണ്ടുപോയത് 30-40 കിലോമീറ്റർ അപ്പുറം നിലമ്പൂരിൽ ചാലിയാറിന് തീരത്താണ്. സ്വാഭാവികമായി അതിന്റെ കൈവഴികൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ കൈവഴികൾ പരിശോധിക്കുമ്പോൾ തന്നെ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തിരച്ചിലായിരിക്കും നാളെ നടക്കുക എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോഴും പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് അലക്സ് പങ്കുവച്ച ഏറ്റവും ഒടുവിലത്തെ വിവരം അവിടെ.